ഇടിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് തലയിൽ എണ്ണ തേച്ചു മിനുക്കി വസ്ത്രം ധരിച്ച് അഹങ്കാരത്തോടുകൂടി നടക്കുകയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഇന്നത്തെ ജനങ്ങളെ കേൾക്കാനാണ്, ഇന്നത്തെ മനുഷ്യരെ കേൾക്കാനാണ് പ്രവാചകൻ അവിടെന്ന് പറയുന്ന തലയിൽ എണ്ണ തേച്ചിട്ട് നല്ല വസ്ത്രം ധരിച്ചിട്ട് ഭൂമിയുടെ മുകളിലൂടെ ആ മനുഷ്യൻ ഇങ്ങനെ അഹങ്കാരത്തോടുകൂടി നടക്കുകയാണ്. ആ സമയം റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അദ്ദേഹത്തെ ഭൂമിയിലേക്ക് താഴ്ത്തുകയാണ്. അഹങ്കാരിയെ പോലെ എണ്ണ തേച്ച് നല്ല വസ്ത്രം ധരിച്ചിട്ട് നെഞ്ചും വിരിച്ച് ഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ആ മനുഷ്യനെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ലാ തംശീ ഫിൽ അർളി മർഹാ, ഭൂമിയുടെ മുകളിലൂടെ താഴ്മയുള്ളവരെ പോലെ നടക്കണമെന്നാണ്. അത് നല്ലവരുടെ അടയാളമാണ്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ അല്ലാഹുവിന്റെ അടിമകളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വഇബാദുർ റഹ്മാൻ. അല്ലാഹു ചില അടിമകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ആ അടിമകൾ ആരെന്നറിയുമോ? ഭൂമിയുടെ മുകളിലൂടെ വളരെ വിനയത്തോടെ താഴ്മയോടുകൂടി നടക്കുന്നവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നടക്കാതെ അഹങ്കാരിയെ പോലെ ദുനിയാവിന്റെ ഭൂമിയുടെ മുകളിലൂടെ നടന്നു പോയ ഒരു മനുഷ്യനുണ്ടല്ലോ, അവന്റെ തലയിൽ എണ്ണ തേച്ചിട്ടുണ്ട്, അവൻ നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ആ മനുഷ്യനെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഈ ലോകത്തുള്ള ശിക്ഷ നടപടികളിൽ ഒന്നാണ് ഭൂമിയിൽ ആഴ്ത്തിക്കളയുക. അല്ലാഹുവിന്റെ ശിക്ഷകളിൽ പെട്ടതാണ് ഭൂമി വിഴുങ്ങുക. ഒരു മനുഷ്യനെ ഭൂമി വിഴുങ്ങുക, ഇത് അല്ലാഹുവിന്റെ ശിക്ഷകളിൽ പെട്ടതാണ്. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫകുല്ലന അഖദിനാ ബിദൻബി ഫമിൻഹും മൻ അർസല അലൈഹി ഹാസിബാ വമിൻഹും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, മതിമറന്നുകൊണ്ട് ധിക്കരിച്ചുകൊണ്ട് അഹങ്കാരികളെ പോലെ ധിക്കാരിയെ പോലെ ദുനിയാവിന്റെ ഭൂമിയുടെ മുകളിലൂടെ സർവ്വതും തന്റെ കാൽ കീഴിലാണെന്നുള്ള ചിന്തയുണ്ടല്ലോ. ചിലരൊക്കെ റോഡിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പള്ളിയിൽ വരുമ്പോഴും ചിലരുടെ നടത്തം കണ്ടു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ അധിപൻ അവനാണെന്നുള്ള ചിന്തയാണ്. അവന്റെ വസ്ത്രവും അവന്റെ നടത്തവും അവന്റെ നെഞ്ചുവിരിപ്പും പടച്ചവനെ ഓരോ കാൽ ചുവടും എടുത്തും നടക്കുന്നത് കണ്ട സർവ്വതും അവന്റെ കാൽ കീഴിലാണെന്നുള്ള ചിന്തയാ. എങ്കിലങ്ങനെ നടക്കുന്ന മനുഷ്യ, അല്ലാഹു കൊടുക്കുന്ന ഒരു ശിക്ഷയുണ്ടടാ. അല്ലാഹു കൊടുക്കുന്ന ഒരു ശിക്ഷയാണ്. ഇതുപോലെ നടന്ന ഒരു മനുഷ്യനെയാണ് ഭൂമി അങ്ങ് വിഴുങ്ങിക്കളഞ്ഞത്, ഭൂമിയിൽ അല്ലാഹു താഴ്ത്തിക്കളഞ്ഞത് എന്ന് മഹാനായ പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, ഇങ്ങനെ നടക്കുന്ന മനുഷ്യ, നീ വല്ലാതെ പേടിക്കണം, നീ വല്ലാതെ സൂക്ഷിക്കണം. അഹങ്കാരം അല്ലാഹു ഇഷ്ടപ്പെടുന്നതല്ല. അഹങ്കാരികളെ അല്ലാഹുവിന് ഇഷ്ടമല്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, പണമുണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്നവർ, ഞാനാണ് ഏറ്റവും വലിയ പണക്കാരൻ, കോടികളുടെ ആസ്തികരിക്കണ്ടടാ. എടാ, ഈ നാട് മുഴുവനും വാങ്ങാറുള്ള പണം എന്റെ കയ്യിലുണ്ടടാ. പായിപ്പാടിലെ ഏറ്റവും വലിയ സമ്പന്നം ഞാനാട്, ഏറ്റവും വലിയ കൊട്ടാരം എന്റെതാണ്, ഏറ്റവും വിലപിടിപ്പുള്ള വാഹനം എടുക്കുന്നത് എന്റെ വീടിന്റെ മുറ്റത്താണ്. ഈ നാട് മുഴുവനും വാങ്ങാൻ എനിക്ക് പണമുണ്ടെന്ന് പറഞ്ഞു നടക്കുന്ന മനുഷ്യ, അങ്ങനെ നടക്കുന്നവരുണ്ടല്ലോ. പടച്ചവനെ, പണത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നവർ. ഈ അഹങ്കാരം എന്തിനാണ്? പടച്ചവനെ നാട്ടുകാര് കാണുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ, എന്നിട്ട് ഇങ്ങനെ നടക്കുന്നവനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയോ? നീ
ഇതൊന്നും ഒന്നുമല്ലടാ. ലോകത്തൊരു സമ്പന്നനുണ്ടായിരുന്നു, അതിനെക്കാളും വലിയ പണക്കാരൻ. അവന്റെ കാൽച്ചുവട്ടിൽ കെട്ടാൻ നിനക്കൊന്നും പണമില്ലടാ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ പണമെടുത്ത് നോക്ക്. അവനാണ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഞാനാണെന്ന്. ഒന്നാം സ്ഥാനത്ത് ഞാനാണെന്ന് പറയുന്ന പണക്കാരനുണ്ടല്ലോ, അവനൊന്നുമല്ല പണക്കാരൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അല്ലാഹു പണക്കാരനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഒരു പണക്കാരൻ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഖാറൂൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നു. അവന്റെയൊക്കെ സമ്പത്തിന്റെ 1/4 പോലും ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരന്റെ കയ്യിലുണ്ടാകില്ല. അങ്ങനെ പണത്തിന്റെ പേരിൽ അഹങ്കരിച്ച് നടന്ന ഒരുത്തർ അല്ലാഹു കൊടുത്ത ശിക്ഷ എന്തെന്നറിയുമോ? ഫഖസഫിനാ ബിഹി വബിദാരിഹിൽ അർള ഫമാ കാന ലഹു മിൻ ഫിഅതി യൻസുറൂൻ. മൂസാ നബി അവനെ കാണുമ്പോ പറയുമായിരുന്നു, ഖാറൂനേ, ഈ പണമൊക്കെ നീ ഉണ്ടാക്കിയത് കുറച്ചൊക്കെ പാപങ്ങൾക്ക് കൊടുക്കടാ. നീ പാപങ്ങളെ സഹായിക്ക്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്ക്. ആ സമയത്ത് മൂസാ നബിയോട് ഖാറൂൻ പറഞ്ഞു, മൂസാ, ഇതൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. മൂസാ നബിക്ക് ഖാറൂനിനെ പരിചയമുണ്ടായിരുന്നു. മൂസാ നബി എപ്പോഴും ഖാറൂനിനോട് പറയും, എടാ, ഇത്രയും പണം അല്ലാഹു നിനക്ക് നൽകിയല്ലോ, പാവങ്ങൾക്ക് കൊടുത്തുകൂടെ, യതീമീങ്ങൾക്ക് കൊടുത്തുകൂടെ? പടച്ചവനെ കൊടുക്കാറില്ലല്ലോ. എത്ര കോടി കയ്യിലുണ്ടെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, യതീമീങ്ങൾക്ക് വേണ്ടി, പള്ളികൾക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി ചോദിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞ് കൊടുക്കാൻ മനസ്സില്ലാത്ത കോടീശ്വരന്മാരെ, ഞാനാണ് പണക്കാരൻ എന്ന് പറഞ്ഞ് നെളിഞ്ഞു നടക്കുന്നവര് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഫഖസഫിനാ ബിഹി വബിദാരിഹിൽ അർള. ആ സമ്പന്നനായ ഖാറൂനിനെയും അവന്റെ സർവസമ്പാദ്യത്തിനെയും ഭൂമി വിഴുങ്ങിക്കളഞ്ഞെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പണത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നവരുണ്ട്. ഏറ്റവും വലിയ സമ്പാദ്യം എനിക്കുണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്നവൻ. ആ ഖാറൂനിന്റെ പൈസ ഉണ്ടല്ലോ, അവന്റെ ചരിത്രം പറയുന്നത്, ആ ഖാറൂനിന്റെ പൈസ വെച്ചിരിക്കുന്ന ലോക്കറിന്റെ താക്കോല് ചുമക്കാൻ തന്നെ എത്രയോ ഒട്ടകങ്ങൾ വേണമായിരുന്നു എന്നാ. അവന്റെ ലോക്കറിന്റെ താക്കോല് ചുമക്കാൻ തന്നെ എത്രയോ ഒട്ടകങ്ങൾ, 40ഓളം എന്നൊക്കെ പറയാ, 40 എത്രയോ ഒട്ടകങ്ങൾക്ക് ചുമക്കാനുണ്ട് അവന്റെ താക്കോല് മാത്രം. അപ്പൊ അവന്റെ സമ്പാദ്യം ഇത്രയായിരിക്കും. എന്നിട്ടാണ് അവന്റെ രോമത്തിന്റെ വിലയില്ലാത്തവരൊക്കെ ഇന്ന് പണത്തിന്റെ പേര് നെളിഞ്ഞിന്റെ അടക്ക. പണത്തിന്റെ പേരിൽ അഹങ്കരിച്ചാൽ ഈ ഭൂമി വിഴുങ്ങാന്ന് പറഞ്ഞാലേ അതങ്ങനെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അഹങ്കാരം അല്ലേ കിടക്കുന്ന അഹങ്കാരത്തിന്റെ അടയാളം ഒരിക്കൽ പറഞ്ഞായിരുന്നില്ല. എന്താപ്പ അഹങ്കാരത്തിന്റെ അടയാളം ഞാൻ പറഞ്ഞില്ലേ? വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ മനുഷ്യന്മാരെ. അഹങ്കാരത്തിന്റെ ഒരു അടയാളം ഞാൻ പറഞ്ഞില്ലേ? എന്താ? ഓണസദ്യ വെച്ച് നാട്ടുകാർക്ക് കൊടുക്കാല്ലേ? അഹങ്കാരത്തിനൊരു അടയാളം പറഞ്ഞില്ലേ? എന്താ പറഞ്ഞെന്ന്? നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടിച്ചുകൊണ്ട് നടക്ക. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടിച്ചുകൊണ്ട് നടക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അഹങ്കാരത്തിന്റെ അടയാളമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഉറക്കം പറഞ്ഞ നിർത്താറായ ചായ ഇല്ലേ? ഇപ്പൊ നാസറിന് ഓരോ ഗ്ലാസ് കൊടുക്കുക പാവങ്ങൾക്ക്. ഉറക്കം വരുന്നു തോന്നുന്നു. മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് 2 ആഴ്ചയായിട്ട് ക്ലാസ് ഇല്ലാത്തത് കാരണമാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, എനിക്കൊരു ഉപദേശം തന്നാലും.
എനിക്കൊരു ഉപദേശം നൽകാലോ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിക്ക് കൊടുത്തത് വറഫഅ ഇസാറക ഇലാ നിസ്ഫി സ്വാഖി ഫഇൻ അബ്തൈത. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെന്ന് പറഞ്ഞു, നീ നിന്റെ തുണി ധരിക്കുന്നത് കണംകാലിന്റെ പകുതി വരെ ഉയർത്തിയതായി, എന്നാൽ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കരുതെന്ന. ഞെരിയാണിക്ക് താഴെ നീ വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കൊടുത്ത ഒരു ഉപദേശം, പ്രവാചകൻ അവിടുന്ന് കൊടുത്ത ഒരു ഉപദേശം ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടക്കരുതെന്ന. അത് അഹങ്കാരത്തിന്റെ അടയാളങ്ങളിലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എണ്ണി പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, അഹങ്കാരികളെ പോലെ നിങ്ങൾ ജീവിക്കരുത്, ധിക്കാരികളെ പോലെ അള്ളാഹുവിനെ മതിമറന്നുകൊണ്ട് നിങ്ങൾ നടക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചരിത്രം ഇവിടുന്ന് കാറൂനിന്റെ ചരിത്രമുണ്ടല്ലോ. ഭൂമിയിലൂടെ നടന്നു പോയപ്പോൾ ഭൂമി വിഴുങ്ങിക്കളഞ്ഞ ഒരു മനുഷ്യന്റെ ചരിത്രം പറഞ്ഞിട്ട് തന്റെ മുന്നിൽ പേടിച്ച് വിറച്ചിരിക്കുന്ന സ്വഹാബത്തിനോട് അള്ളാഹുവിന്റെ റസൂല് പറയുന്ന, സ്വഹാബ അഹങ്കരിക്കരുത്, അഹങ്കാരം കാണിക്കരുത്. അഹങ്കാരം കാണിച്ച ദുനിയാവും ആഖിറവും നഷ്ടമാ. ഈ ദുനിയാവും നഷ്ടപ്പെട്ടു പോകും, ഈ ദുനിയാവിൽ നീ പരാജയപ്പെട്ടു പോകും, അതുപോലെ ആഖിറത്തിലും നീ നിന്നനായി പോകും. എന്റെ പ്രിയപ്പെട്ടവരെ, അഹങ്കരിച്ച ഒരുത്തനും ഇന്ന് വരെ രക്ഷപ്പെട്ട ചരിത്രമില്ല. ലോക ചരിത്രത്തിലെ എത്ര വലിയ കൊലകൊമ്പനാകട്ടെ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. എത്ര വലിയവനാണെങ്കിലും അല്ലാഹു അവനെ തരം താഴ്ത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞല്ലോ, മൻ തകബ്ബറ വല്ലാഹുല്ലാഹ് മൻ തവാല റഫഅഹുല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, ആരാണോ അഹങ്കരിക്കുന്നത് അവൻ എത്ര വലിയ ഉയരങ്ങളിൽ എത്തിയാലും അല്ലാഹു അവനെ താഴ്ത്തിക്കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ വാക്ക് കള്ളമാകില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് ഒരിക്കലും കള്ളമാകില്ല. ആരാണോ മന തകബ്ബറ വല്ലാഹുല്ലാഹ്, അല്ലാഹുവേ അഹങ്കരിക്കുന്നുണ്ടോ, എന്റെ പ്രിയപ്പെട്ടവരെ, അഹങ്കരിച്ചവനെ അല്ലാഹു വലിച്ച് താഴെയിടുകയാണ്. ഇന്നത്തെ ഭരണാധികാരികൾ, ഏകാധിപതികള് എന്റെ കയ്യിലാണ് സർവ്വതുമെന്ന് പറഞ്ഞിട്ട് സ്വതാ അഹങ്കരിക്കുന്ന ഭരണാധികാരികൾ, അവർക്കൊരു പാഠമുണ്ട്, അവർ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ട്രംപിന്റെ ചരിത്രമൊന്ന് ചിന്തിച്ചു നോക്ക്. 1400 വർഷങ്ങൾക്ക് മുമ്പിലേക്ക് കടന്നു പോകണ്ട, 1400 വർഷങ്ങൾക്ക് മുമ്പൊന്നും കടന്നു പോകണ്ട. പടച്ചവനെ, ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരി സർവ്വതും തന്റെ കാൽ കീഴിലാണെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നവന് അവസാനമല്ല, നാണം കെട്ട് സ്വന്തം രാജ്യത്തിന്റെ മുന്നിലല്ല, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ മുന്നിൽ മാത്രമല്ല, ലോകത്തിന്റെ മുന്നിൽ തലതാഴ്ത്തിയിട്ട് നാണം കെട്ടവനെ പോലെ വൈറ്റ് ഹൗസിനകത്ത് നിന്ന് പടിയിറങ്ങി പോകേണ്ട ഗതി വന്നെങ്കില് അള്ളയല്ലേ പറഞ്ഞത്, അള്ളയല്ലേ പറഞ്ഞത്, മൻ തകബ്ബറ വല്ലാഹുല്ലാഹ്, അഹങ്കരിക്കുന്നവനെ തകർത്തു കളയുമെന്ന് പടച്ചറപ്പ് പറയുമ്പോ, ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികൾ സർവ്വതും നിങ്ങളുടെ കയ്യിലാണ്, എന്ത് കാണിച്ചാലും ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് പറഞ്ഞ് പണത്തിന്റെയും അധികാരത്തിന്റെയും ആൾബലത്തിന്റെയും പവർ കാണിക്കുമ്പോ ഇത് മുഴുവനും തകർത്ത് കളയുന്ന ഒരു റബ്ബുണ്ട്. എന്നും ഒരുപോലെയാകണമെന്നില്ല. ഒരു ദിവസമല്ല തകരുമല്ലോ, ഒരു ദിവസം സർവ്വതും അല്ലാഹു തകർക്കുമല്ലോ. ഒന്നുമില്ലാതെ നാണം കെട്ടവരെ പോലെ ലോകത്തിന്റെ മുന്നിൽ തലതാഴ്ത്തി യാത്രയായ ട്രംപിനെ പോലെ അഹങ്കാരികൾക്കൊരവസാനമുണ്ട്, അഹങ്കാരികൾക്കൊരവസാനമുണ്ട്, ഏകാധിപതികൾക്കൊരവസാനമുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞല്ലോ, മൻ റഫഅ, അവിടെന്ന് പറഞ്ഞല്ലോ, മൻ തവാല റഫഅഹുല്ലാഹ്,
ആര് താഴ്മ കാണിക്കുന്നുണ്ടോ, ആര് വിനയം കാണിക്കുന്നുണ്ടോ, അവൻ എത്ര താഴ്ന്നവനാണെങ്കിലും അല്ലാഹു അവനെ ഉയർത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എത്ര താഴ്ന്നവനാകട്ടെ, താഴ്ന്ന ജാതിക്കാരനാകട്ടെ, പണമില്ലാത്തവനാകട്ടെ, എത്ര പാവപ്പെട്ടവനാണെങ്കിലും അവൻ വിനയമുള്ളവനാണോ, അവന് വിനയമുള്ളവനാണോ? അല്ലാഹുവേ, 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കടന്നു പോകണ്ടല്ലോ. ഇന്നും അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുമ്പോ കൊച്ചുകുട്ടികൾ പോലും എനിക്ക് അബ്ദുൽ കലാമിനെ പോലെയാകണമെന്ന് പറയുന്ന കാലമാ. പഠിച്ചവനെ, താഴ്മയുടെ ജീവിതം നയിച്ചവനാണ്. ഇതുപോലെയാണ് ചിലർ ജീവിച്ചിരുന്നത്. വളരെ താഴ്മയോടുകൂടി ജീവിച്ചപ്പോ അവര് മരിച്ചു മണ്ണിനോട് അലിഞ്ഞു പോയാൽ അവരെ മനുഷ്യരും മറന്നു പോകുന്നില്ലല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ ഓർമ്മപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് റസൂലുള്ള പറയുന്നു, വേണ്ട മോനെ, അഹങ്കരിക്കല്ലേ, അഹങ്കാരം കാണിക്കല്ലേ. അഹങ്കാരം കാണിച്ച നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടമാ, നിന്റെ ദുനിയാവും ആഖിറവും നിന്യമാ. അല്ലാഹു നിന്നെ നിന്യനാക്കുകയാ, അല്ലാഹു നിന്നെ നാണം കെടുത്തുകയാ. നിനക്കൊരു വിലയും അല്ലാഹു നൽകൂല, അല്ലാഹു നിന്നെ നശിപ്പിച്ചു കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ റസൂലുള്ള പറയുകയാണ്, ഖബർ ശിക്ഷയുണ്ടല്ലോ. അല്ലാഹുവേ, ഖിയാമത്ത് നാൾ വരെ അഹങ്കരിച്ച് നടക്കുന്നവര് ഭൂമി അങ്ങ് വിഴുങ്ങുകയാണ്, ഭൂമി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിക്കകത്തവൻ അതുപോലെ തന്നെയാണ്. പടച്ചവനെ, വല്ലാത്ത ശിക്ഷയാ, വല്ലാത്ത ശിക്ഷയാ. പടച്ചവനെ, അവര് ഖബറിന്റെ അകത്ത് ശിക്ഷിച്ചു കൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവർക്ക് ദുനിയാവിലും നഷ്ടമാണ്, ഖബറിന്റെ അകത്ത് ശിക്ഷയാണ്. അവർക്ക് രക്ഷയില്ലല്ലോ, അവർക്ക് സമാധാനമില്ലല്ലോ. ഒരു ദിവസവും അല്ലാഹു അവരെ പരിഗണിക്കില്ലല്ലോ. ഖബറിന്റെ അകത്ത് കിടന്ന് പടച്ചവനെ, ഖിയാമത്ത് നാൾ വരെ ശിക്ഷയാണ്. പടച്ചവനെ, ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാ പിന്നെ പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് റസൂലുള്ള പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാണ്, അഹങ്കാരം നിനക്ക് നാശമാ. 3 ചില തിന്മകൾ ചെയ്താൽ. മൂന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചില പാപങ്ങൾ ചെയ്താൽ. ഇങ്ങോട്ട് നോക്ക്, ചില പാപങ്ങൾ ചെയ്താൽ അവരുടെ ശിക്ഷ മരണത്തിന് ശേഷം മാത്രമല്ല. നമ്മൾ ചിന്തിക്കും, പടച്ചവനെ, നിസ്കരിച്ചില്ലെങ്കിൽ, നോമ്പ് പിടിച്ചില്ലെങ്കിൽ ഇതൊക്കെ പടച്ചവൻ മരണത്തിന് ശേഷമല്ലേ. നമ്മൾ ചില തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിന്റെ ശിക്ഷ മരണത്തിന് ശേഷമല്ല, ഒക്കെ മരിച്ചതിന് ശേഷമല്ലേടാ, മരണത്തിന് ശേഷമല്ല. അപ്പൊ നമ്മൾ നേരിട്ടുള്ള അങ്ങനല്ല. ചില തെറ്റുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇവിടെ വെച്ച് തന്നെ അല്ലാഹു ശിക്ഷ തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി ഒന്ന് സ്വലാത്ത് സ്വല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ചില തെറ്റുകൾ ചെയ്താൽ മരണത്തിന് ശേഷം ശിക്ഷയില്ല എന്നല്ല, മരണത്തിന് ശേഷം ശിക്ഷ വേറെ. ഇവിടെ വെച്ച് തന്നെ തുടങ്ങും, ഈ ഭൂമിയിൽ വെച്ച് തന്നെ അല്ലാഹു ചില ശിക്ഷകൾ കൊടുക്കുന്ന തിന്മകളുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതിന് ഏറ്റവും വലിയ തെളിവാണ് അഹങ്കാരത്തോടുകൂടി നടന്നുപോയവനെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞത്. മുസാനബി കാറൂന്റെ അടുത്ത് പറഞ്ഞടാ, അഹങ്കരിക്കല്ല്, ഇത് അല്ലാഹ് തന്നതാ, ഓടാ മൂസ, ഇത് ഞാൻ ഉണ്ടാക്കിയതാടാ.
ഞാൻ കഷ്ടപ്പെട്ടതാ, എന്റെ സമ്പാദ്യമാ, ഞാൻ കൊടുക്കൂല. ഭൂമി വിഴുങ്ങിക്കളഞ്ഞു എന്നുള്ള എന്റെ വിശുദ്ധ ഖുർആൻ. പ്രിയപ്പെട്ടവരെ, ചില പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ്സിൽ ആ തെറ്റുകൾ ഏതാണെന്ന് പഠിക്കണം. ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടുന്ന പാപങ്ങൾ, ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടുന്ന ചില പാപങ്ങളുണ്ട്. അതേതാണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ചരിത്രം കൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മുത്തുനബി അവിടെ പറഞ്ഞു തരുന്ന ചരിത്രം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ്, സഹാബാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഒരു വലിയ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനായ നബി സഈദ് അൽ-ഖുദരി റളിയല്ലാഹു തആല അൻഹു അവിടെ നിവേദനം ചെയ്യുന്ന ഹദീസാ. അല്ലാഹുവേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി അവിടെ പറയുന്നു, അന്നബിയദാ ഖാല സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഖാല റജുലാനി ഫീ ബനി ഇസ്രായീൽ മുതാഖിയൈനി ഫകാന അഹദുഹുമാ യുൻദിബു വൽ ആഖിറു മുജ്തഹിദുൻ ഫീ ഇബാദതി فقال لا يزال المجتهد يرى الآخرة. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ബനൂ ഇസ്രായേൽ ജീവിച്ചിരുന്ന രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒരാൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവനും മറ്റേ മനുഷ്യൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനുമാണ്. രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു. ഒരാൾ പടച്ചവനെ മറന്നുകൊണ്ട് ജീവിക്കുന്നവൻ, ഒരാൾ അല്ലാഹുവിനെ നന്ദി കാണിച്ചുകൊണ്ട് റബ്ബിനെ ഭയന്ന് ജീവിക്കുന്നവൻ. ഇങ്ങനെയുള്ള രണ്ട് മനുഷ്യരുടെ ചരിത്രമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ച റബ്ബേ, ഒരു ദിവസം ആ മനുഷ്യൻ ഇങ്ങനെ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുഹൃത്ത് കണ്ടപ്പോൾ മറ്റാളോട് പറഞ്ഞു, നീ ഇത് അവസാനിപ്പിക്കണം, ഈ പാപം നീ ചെയ്യാൻ പാടില്ല, ധിക്കരിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കാൻ പാടില്ല. പടച്ചവരെ, തന്റെ കൂട്ടുകാരൻ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ അവിടെ ഉപദേശിക്കുമായിരുന്നു. പക്ഷേ കൂട്ടുകാരൻ ഉൾക്കൊള്ളാൻ തയ്യാറല്ല. എത്ര പറഞ്ഞാലും അവിടെ നന്നാകാറില്ല. പടച്ചവൻ അവസാനം അല്ലാഹുവേ, കാണുമ്പോഴൊക്കെ പാപങ്ങൾ ചെയ്യുന്നത് കാണുമ്പോ ഉപദേശിക്കുകയാണ്, നന്നാകുന്നില്ല. അവസാനം ഒരിക്കലിങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടെ ഉപദേശിക്കുകയാണ്, നീ അല്ലാഹുവിനെ പേടിച്ചു ജീവിക്ക്, നീ അല്ലാഹുവിനെ മറക്കല്ലേ. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടല്ലോ, അല്ലാഹുവിനോട് സർവ്വതിനും കണക്ക് പറയണമല്ലോ. ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാ, ആ മനുഷ്യൻ പറയുന്നു, എടാ, നിന്നെ അല്ലാഹു എന്നെ നന്നാക്കാൻ വേണ്ടി സൃഷ്ടിച്ചതുപോലെയാണല്ലോ. എപ്പോ നോക്കിയാലും ഉപദേശമാണല്ലോ, എപ്പോ നോക്കിയാലും ഉപദേശമാണല്ലോ. നിനക്ക് വേറെ ഒരു പണിയുമില്ലേ? എപ്പോ നോക്കിയാലും എന്നെ ഉപദേശിക്കാൻ നടക്കുകയാണല്ലോ. അവിടെ കളിയാക്കുകയാ, അവിടെ നാണം കെടുത്തുകയാ. പടച്ചവനെ, ആ മനുഷ്യന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. അല്ലാഹുവിനെ ഭയന്ന് നടക്കുന്ന മനുഷ്യന് വല്ലാത്ത വേദനയുണ്ടായി. ആ മനുഷ്യൻ അവിടെ ആ വിഷമത്തില് അവിടെ പറഞ്ഞു, അല്ലാഹു നിനക്കൊരിക്കലും പുറത്തു തരൂല, നീ നരകത്തിന്റെ അവകാശിയാ. അല്ലാഹുവേ, അവിടെ ഒരു വാക്കേ പറഞ്ഞുള്ളൂ. മുത്തുനബി പറഞ്ഞതാണ്, ഞാനും നിങ്ങളും പറയുന്ന വാക്കുകളാണ്. ഉപദേശിച്ചിട്ട് നന്നാകാതെ വരുമ്പോ, മക്കളെ പറഞ്ഞിട്ട് അനുസരിക്കാതെ വരുമ്പോ ഒരിക്കലും നീ നന്നാകില്ലടാ എന്ന് പറഞ്ഞു മക്കളെ ശപിക്കുന്ന മാതാപിതാക്കള്, മക്കളെ തള്ളിപ്പറയുന്ന മാതാപിതാക്കള്. ഈ മനുഷ്യൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മനുഷ്യന് ആ വൃത്തി
വൃത്തികെട്ടവനോട് പറയുകയാണ്, തെറ്റ് ചെയ്യുന്നത് കണ്ടപ്പോ ഉപദേശിച്ചിട്ട് നന്നാകാതെ വന്നപ്പോ ഉപദേശിച്ചപ്പോ കളിയാക്കിയതിന്റെ ദേശത്തിൽ അവിടെ പറഞ്ഞു, നീ ഒരിക്കലും നന്നാകൂല, അല്ലാഹു നിനക്ക് പുറത്തു തരൂല, അല്ലാഹു നിനക്ക് സ്വർഗം തരൂല. പടച്ചവനെ അവിടെ പറയുകയാണ് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തില് ഇവര് രണ്ടുപേരും കടന്നു വരികയാണ്. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്ന മനുഷ്യനുണ്ടല്ലോ, രണ്ടുപേരും അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. രണ്ട് കൂട്ടുകാരും അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ ആ വൃത്തികെട്ടവനായ മനുഷ്യനുണ്ടല്ലോ, ആ തെറ്റ് ചെയ്ത് ജീവിച്ച മനുഷ്യനുണ്ടല്ലോ, അവനോട് അല്ലാഹു പറയുകയാ, നീ സ്വർഗത്തിലേക്ക് കടന്നു പൊക്കോ, നീ സ്വർഗത്തിലേക്ക് കടന്നു പൊക്കോ. മോശമായ ജീവിതം നയിച്ചവനോട് പറയുന്നു, നീ എന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിൽ പൊക്കോ. എങ്കിൽ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചവനോട് അല്ലാഹു ചോദിക്കുകയാ, ഞാൻ പുറത്തു കൊടുക്കില്ല എന്ന് നിനക്കാരാടാ അധികാരം തന്നത്? ഞാൻ പൊറുക്കത്തില്ലെന്ന് പറയാ നിനക്കാരാധികാരം തന്നത്? ഞാൻ സ്വർഗം കൊടുക്കില്ല എന്ന് പറയാ നിനക്കാരാധികാരം തന്നത്? അതുകൊണ്ട് ഇവനെ നരകത്തിലേക്ക് വലിച്ചെറിയേ എന്ന് അല്ലാഹു മലക്കുകളോട് പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. നല്ലപോലെ ആമീൻ പറ. അല്ലാഹു കാക്കുമാറാകട്ടെ. എടാ, തന്റെ കൂട്ടുകാരൻ കള്ളുകുടിച്ചുകൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ വ്യഭിചരിച്ചുകൊണ്ട് നടക്കുന്നു, എപ്പോഴും ഉപദേശിക്കും, എടാ ഇതൊക്കെ ഒന്ന് നിർത്ത്, ഇതൊന്ന് നിർത്തടാ, നന്നാകടാ, നിസ്കരിക്കടാ, നന്മ ചെയ്യടാ. അപ്പൊ ചോദിക്ക, എടാ സിറാജ്, നീ എന്തിനാടാ എന്നെ നന്നാക്കാൻ നടക്കണേ? നിന്നെ അല്ല പടച്ചിരിക്കണത് തന്നെ എന്നെ നന്നാക്കാൻ വേണ്ടിയാ? നിനക്ക് വേറെ ഒരു ജോലിയില്ല, കളിയാക്ക. അപ്പൊ പിന്നെയും ഇവൻ പാപം ചെയ്യുന്നത് കാണുമ്പോ ഇങ്ങനെ ഉപദേശിക്കുമ്പോ ഇവൻ കളിയാക്കുന്ന ഈ മനുഷ്യൻ പറഞ്ഞു, ഒരിക്കലും നിനക്ക് അല്ല പുറത്തു തരൂല, നിനക്ക് സ്വർഗവും തരൂല. പറയാൻ പാടുണ്ടോ? ഇയാളെന്താ പറഞ്ഞ? അല്ല നിനക്ക് പുറത്തു തരൂല, അല്ല നിനക്ക് നരകവേ തരത്തുള്ളടാ എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ അങ്ങ് പറഞ്ഞുപോയി. അള്ളാടെ മുന്നിൽ ചെന്നപ്പോ അല്ല കള്ളുകുടിയോട് പറഞ്ഞു, നീ കയറിപ്പോ സ്വർഗത്തി, നീ പോടാ നരകത്തി. എന്തേ അല്ല? എടാ, ഞാൻ പൊറുക്കൂല എന്ന് പറയാൻ നിനക്ക് ആരധികാരം തന്നു? നിനക്കാരധികാരം തന്നത്? പച്ച കാഫർ എന്ന് വിളിക്കുമല്ലോ മുസ്ലിമീങ്ങളെ, വിളിക്കാൻ പാടുണ്ടോ? ഇങ്ങോട്ട് നോക്ക്, വിളിക്കാൻ പാടുണ്ടോ? ആർക്കാ? ഒരാളെയും കാഫർ വിളി, അവരൊറ്റ വിളിയാ. അങ്ങനെ ഇതാ കാഫർ, ഇങ്ങനെ ഇതാ കാഫർ എന്ന് വിളിക്കാൻ പാടില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു മൃഗത്തിന്റെ പേര് വിളിക്കാൻ പാടില്ല മനുഷ്യൻ. ഏത് മൃഗത്തിന്റെയാ? തഴവാവസ്ഥാന്റെ ബൈത്തി കിടപ്പുണ്ട്. എങ്ങനെ? ഒരു മൃഗത്തിന്റെ പേര് വിളിക്കത്തില്ല നമ്മള്. സ്വന്തം മക്കളെ തന്നെ വിളിക്കും പന്നിന്ന്. സ്വന്തം മക്കളെ തന്നെ വിളിക്കാറില്ലേ? എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? ഞങ്ങള് വേറെ അവസ്ഥ വിളിക്കണേ, അതല്ല. നമ്മള് പന്നീന്ന് വിളിക്കാറില്ല, വേറെ വാക്കാ വിളിക്ക. അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഈ ചരിത്രം പഠിപ്പിച്ചു തന്നിട്ട്, ഈ ചരിത്രം പറഞ്ഞു തന്നിട്ട് മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറയുന്നു, അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങളിൽ നീ അഭിപ്രായം പറയരുതെന്ന് നബിയനാ റസൂലുള്ളാഹി. എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹുവിനെ ഓവർടേക്ക് ചെയ്യരുത്. ചില കാര്യങ്ങൾ അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അപ്പൊ അള്ളാഹുവിന് അറിയുന്ന കാര്യത്തിൽ നീ എന്ത് ചെയ്യാൻ പാടില്ല? അഭിപ്രായം പറയരുത്. അഭിപ്രായം പറയുന്നത് മഹാപാപം. അത് വലിയ പാപമാണ്. നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ സൽക്കർമ്മങ്ങളെയും തകർത്ത് കളയത്. ഒരാളെ കാഫിർ എന്ന് വിളിക്കുമ്പോ ഒരു മുസ്ലിമിനെ നോക്കിയിട്ട് കാഫിർ എന്ന് പറയാനുണ്ടല്ലോ. അങ്ങനെയുള്ള വാക്കുകൾ പറയുന്നതിലൂടെ നിന്റെ സർവ സൽക്കർമ്മങ്ങളും തകർന്നു പോകും.
നിന്റെ സർവ്വ നന്മകളും തകർന്നു പോകും. അത് മാത്രമല്ല നിന്നെ നരകത്തിലെത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇന്നൽ അബ്ദ ലയതകല്ലമു ബികലിമത്തിൻ മാ യതബയ്യനു ഫീഹാ യസില്ലു ഫീഹാ ഫിന്നാർ അബ്അദ മിമ്മാ ബൈനൽ മശ്രിഖി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതാണ്, മുന്നാലോചനയില്ലാതെ ഒരു വർത്തമാനം ഒരാൾ പറഞ്ഞാൽ ചക്രവാളത്തെക്കാൾ അഗാധമായ നരകക്കുണ്ടിലേക്ക് അവന് പതിച്ചു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ പറയാ, ഒരു ബോധമില്ലാതെ വിളിച്ചു പറയത്തില്ല ചിലത്. ചില ബോധമില്ലാതെ ആലോചനയില്ലാതെ ചിന്തിക്കാതെ നീ പറയുന്ന ഒരു വർത്തമാനം കാരണം ചക്രവാളങ്ങളെക്കാൾ അല്ലാഹുവേ മുശ്രിക്കിന്റെയും മഗ്രിബിന്റെയും ഇതിനേക്കാളും വലിയ നരകക്കുണ്ടിലേക്ക് നിന്നെ അല്ലാഹ് താഴ്ത്തിക്കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. രണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോശമായ കാര്യങ്ങൾ, ചീത്തയായ കാര്യങ്ങൾ, അതിൻ്റെ പര്യവസാനം എപ്പോഴും പേടിക്കണം. പഠിക്കേണ്ട വലിയൊരു ഗുണപാഠമാണ്. ഈ മോശമായ സ്വഭാവം, വൃത്തികെട്ട സ്വഭാവം, മോശമായ വളരെ നീചമായ സ്വഭാവമുള്ളവൻ സൂക്ഷിക്കണം നിന്റെ അവസാനം. അല്ലാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പറല്ല കാക്കുമാറാകട്ടെ. ഈ കള്ളുകുടിയും വ്യഭിചാരവും പലിശതീറ്റിയും കൊന്നാലും പള്ളി കയറൂല എന്ന് പറഞ്ഞ് നടക്കണ ചിലരൊക്കെ ഇല്ലേ? അവസാനം എങ്ങനെ ചത്ത? ഇങ്ങനൊക്കെ നടക്കുന്നവൻ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാതെ ഇങ്ങനെ നടക്കുന്നവന്റെ അവസാനം സൂക്ഷിച്ചു കൊള്ളണം. അല്ലാഹു കാക്കുമാറാകട്ടെ. ചരിത്രം പറഞ്ഞ് പേടിപ്പിക്കണില്ല, സമയമില്ലാത്തതുകൊണ്ട്. ചരിത്രം പറഞ്ഞ് പേടിപ്പിക്കാതെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും, എൻ്റെ പൊന്നാര സിറാജ് ഉസ്താദേ അവന്റെ അവസാനം ഇങ്ങനെ ആയിരുന്നു, ഞാൻ സാക്ഷിയാ. ഞാൻ ചരിത്രം പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും. അതുകൊണ്ട് മരിച്ചവന്റെ ഇറച്ചി തിന്നാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. അള്ളാഹു കാക്കട്ടെ. അവരെ വെറുതെ വിട്ടേക്കാം. മരിച്ചവരെ കുറിച്ച് നല്ലതല്ലാതെ ഒന്നും പറയാൻ പാടില്ല. മരിച്ചവരെ കുറിച്ച് എന്തേ പറയാൻ പാടുള്ളൂ? നല്ലതേ പറയും. എത്ര കൊള്ളാത്തവനാണെങ്കിലും മരിച്ചവരെ കുറിച്ച് നല്ലതേ പറയാവൂ. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ട്, ചീത്തയായ പ്രവർത്തനങ്ങൾ നടത്തുന്നവന്റെ അവസാനം മോശമാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. മോശമെന്നല്ല പറഞ്ഞത്, ഭയപ്പെടണം, നീ പേടിക്കണം. ഈ സ്ഥിരമായി കള്ളുകുടിച്ചടക്കുന്നവൻ, സ്ഥിരമായി വ്യഭിചരിക്കുന്നവൻ, പലിശയുമായി ബന്ധപ്പെടുന്നവൻ, നിസ്കരിക്കാത്തവൻ, അവനൊക്കെ പേടിക്കണം ഇവന്റെ അവസാനം എങ്ങനാകുമെന്ന്. അള്ളാഹു കാക്കുമാറാകട്ടെ. മൂന്ന്, ശിർക്കല്ലാതെ എല്ലാ പാവം അല്ലാഹു പൊറുക്കും. അള്ളാനെ മറന്ന് നടക്കുന്ന ഈ വൃത്തികെട്ടവന് അല്ലാഹു സ്വർഗം കൊടുത്തോ? എന്ത് നന്മ ചെയ്തിട്ടാ അവിടുത്തെ? അതാ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശിർക്കല്ലാത്ത പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. അതുകൊണ്ടാണ് കുറ്റം ചെയ്തവന് മാപ്പ് ലഭിക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ശിർക്ക് അല്ലാഹു പൊറുക്കോ? ശിർക്ക് അല്ലാഹു പൊറുക്കോ? ഒന്നുകൂടെ, ശിർക്ക് അല്ലാഹു പൊറുക്കോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, അവൻ ഉദ്ദേശിച്ചവർക്ക് അതും പുറത്തു കൊടുക്കും.